നഷ്ടപ്രതാപത്തിൻ്റെ ഓർമ്മകളുമായി കഴിയുന്ന ഗോവിന്ദപിള്ള, മകൻ രാമൻ പിള്ള, മകൾ ഭവാനി ഇവരെ ചുറ്റിപ്പറ്റിയാണ് കല്യാണ ഫോട്ടോ എന്ന സിനിമയുടെ കഥ വികസിക്കുന്നത്. ക്ഷയരോഗിയാണ് ഗോവിന്ദപിള്ള. കുരുത്തം കെട്ട മകനാണ് അയാളുടെ ഏറ്റവും വലിയ ദുഃഖം. മുതലാളിയെ കുത്തിക്കൊന്ന മകനെ കോടതി വധശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുന്നു. ഇതിനിടെ മകൾ ഭവാനിക്ക് രക്ഷകനായി ഹെഡ് കോൺസ്റ്റബിൾ പണിക്കർ വരുന്നു. അതോടെ ഭവാനിയുടെ ജീവിതത്തിൻ്റെ ഗതി മറ്റൊന്നായി മാറുന്നു. ക്ഷയരോഗത്തിൻ്റെ പിടിയിൽ നിന്ന് ഭാര്യ ഭവാനിയെ രക്ഷിക്കാനുള്ള ശ്രമത്തിൽ കടം കയറിയ പണിക്കർക്ക് നാട്ടിൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാകുന്നു. അങ്ങനെ അയാൾ പുനലൂരിലേക്ക് സ്ഥലം മാറിപ്പോകുന്നു. ഭർത്താവിനെ തേടി കുട്ടിയുമായി പുനലൂരിലെത്തിയ ഭവാനി അയാളുടെ മുറിയിൽ മറ്റൊരു സ്ത്രീയെ കണ്ട് തെറ്റിദ്ധരിക്കുന്നു. അവിടെ നിന്ന് ഭവാനി ഇറങ്ങിപ്പോകുന്നു. കുട്ടിയെ എഞ്ചിനീയർ ഐപ്പിൻ്റെ വീട്ടിൽ ഉപേക്ഷിച്ചതോടൊപ്പം തൻ്റെ കല്യാണ ഫോട്ടോയിൽ നിന്ന് അവളുടെ ചിത്രം കീറിയെടുത്ത് കുഞ്ഞിൻ്റെ സമീപം വയ്ക്കുകയും ചെയ്യുന്നു ഭവാനി. ഐപ്പും ഭാര്യയും കുഞ്ഞിന് ജോണി എന്ന പേര് നൽകി സ്വന്തം കുഞ്ഞിനെ പോലെ വളർത്തുന്നു. അവൻ വളർന്നപ്പോൾ അയൽവാസി ഉപ്പായി വക്കീലിൻ്റെ മകൾ ആലീസുമായി പ്രണയത്തിലാകുന്നു. ഹെഡ് കോൺസ്റ്റബിൾ പണിക്കരുടെ സ്റ്റേഷനിൽ തന്നെ ജോണിക്ക് സബ് ഇൻസ്പെക്ടറായി ജോലി കിട്ടുന്നു. കല്യാണ ഫോട്ടോയിലൂടെ ജോണി തൻ്റെ അച്ഛനെയും അമ്മയെയും തിരിച്ചറിയുന്നതോടെ സിനിമയ്ക്ക് അവസാനമായി. വയലാറിൻ്റെ ഗാനങ്ങൾക്ക് കെ രാഘവൻ മാസ്റ്റർ ഈണം നൽകിയ ഓമനത്തിങ്കൾ കിടാവ് ഉറങ്ങൂ എന്ന ഗാനവും കൊഞ്ചിക്കുണുങ്ങിക്കൊണ്ടാടല്ലേ എന്ന ഗാനവും കാൽവലി മലയ്ക്ക് പോകും എന്ന ഗാനവും തപ്പോ തപ്പോ തപ്പാണി, ഇന്നലെയും ഞാൻ ഒരാളെ സ്വപ്നം കണ്ടു, മയിലാടും കുന്നിന്മേൽ, പവിഴമുത്തു പോണ തുടങ്ങിയ പാട്ടുകളും സിനിമയിലൂടെ ശ്രദ്ധ നേടി. കൊട്ടാരക്കര മധു, നിർമ്മല, ഫിലോമിന, കമലാദേവി, അടൂർ ഭവാനി, മുതുകുളം, അടൂർ ബാസി, പി.എ. തോമസ് തുടങ്ങിയവരാണ് അഭിനയിച്ചിരിക്കുന്നത്. ചിത്രം എഴുതിയിരിക്കുന്നത് എസ്.എൽ. പുരം സദാനന്ദനാണ്. സംവിധാനം ചെയ്തിരിക്കുന്നത് ജെ.ഡി. തോട്ടാനും.